എക്സാം സീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ സീസണും കൂടിയാണ്. നമുക്ക് എന്തൊക്കെ പഠിച്ചാലും എത്രയൊക്കെ പഠിച്ചാലും എഴുതാൻ നേരത്ത് കിട്ടിയില്ലെങ്കിൽ അതാലോചിച്ച് വീണ്ടും ടെൻഷൻ അടിക്കണമല്ലോ. എന്തൊക്കെ ടെൻഷനായാലും സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ. അപ്പം നമ്മുടെ ഈ ബസ് നിറച്ച് ഗ്രിഫിത്ത് കോളേജിലേക്കുള്ള പിള്ളേരാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആണ്, അതിലും കൂടുതൽ മലയാളീസ് ആയിരിക്കും. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോളേജിൻ്റെ ഒരു ഏകദേശം ഔട്ട്ലുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഗ്രിഫിത്ത് കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1974 നിലവിൽ വന്നത്. ലാർജസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് തേർഡ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് ഈ ഗ്രിഫിത്ത് കോളേജ്. ഡബ്ലിനിൽ മാത്രമല്ല, കോർക്കിലും ലിമറിക്കിലും ഒക്കെ ക്യാമ്പസുകളുണ്ട് ഇവർക്ക്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നത് ഫാർമസ്യൂട്ടിക്കലിനും അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻസിനും വേണ്ടിയിട്ടാണ്. ഡബ്ലിനിലെ ബാക്കി എല്ലാ കോളേജുകളും വെച്ച് നോക്കുമ്പോൾ ഗ്രിഫിത്ത് കോളേജ് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് കോളേജാണ്. ഇവിടെ അറ്റൻഡൻസും എക്സാംസും അസൈൻമെൻറ്റ്സും എല്ലാത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഗ്രിഫിത്ത് കോളേജിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ വേറൊരു വീഡിയോയും കൂടെ ചെയ്യാം, ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ലൈഫ് എങ്ങനെയാണ്, ഇവിടുത്തെ കോഴ്സസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇന്നത്തെ എക്സാം രാവിലെ ആയിരുന്നു. ഉച്ചകഴിഞ്ഞുള്ള എക്സാംസ് എനിക്ക് ഇഷ്ടമല്ല. രാവിലെ 3 മണിക്കൂർ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചകഴിഞ്ഞ് ഫ്രീ ആണല്ലോ. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഒരുപാട് നേരം ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. യുറേഷ്യ തന്നെ പോകാമെന്നുള്ള ഫൈനൽ ഡിസിഷനാണ് വന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ ചിക്കൻ 65 ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ എല്ലാം വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഇതുവരെ കഴിക്കാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് യുറേഷ്യ പോകാൻ. അന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ. ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ വിത്തിൻ സെക്കൻഡ്സ് ആണ്. നോക്കുമ്പോഴാ മഴ പെയ്യാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഇവിടുത്തെ സമ്മർ ജാക്കറ്റ് ഇട്ടിട്ടാണ് പോയത്. ഞാൻ എന്നാ ജാക്കറ്റ് ഇട്ടാലും ഇവിടെ മഴ. ഇനിയിപ്പോൾ ആ ജാക്കറ്റിൻ്റെ പ്രശ്നമാണോ ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ പ്രശ്നമാണോ, ഇതുവരെ ഞങ്ങൾക്ക് ഫൈനൽ ഡിസിഷൻ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ യുറേഷ്യയിലേക്ക് പോകണമെങ്കിൽ ആദ്യം കോളേജിൽ നിന്ന് നമ്മൾ സിറ്റി പോകണം. പിന്നെ സിറ്റിയിൽ നിന്ന് ബസ് പിടിച്ച് യുറേഷ്യ എത്തണം. അത്യാവശ്യം നല്ല ദൂരമുണ്ടേ. പക്ഷെ വിശപ്പും നല്ല ഫുഡും കിട്ടാനാണെങ്കിൽ നമ്മൾ ഏത് വണ്ടിയും പിടിച്ചു പോകും. ഇവിടുത്തെ എക്സാംസിൻ്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് വരും. നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഡിലേ ഒന്നുമില്ല. തോറ്റാലും ജയിച്ചാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പം നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഞാനും ക്രിസ്റ്റീനയും നവീനും ആണ്. ലീ ഉണ്ടായിരുന്നു പകുതി വരെ, പക്ഷെ അവൾക്ക് ഇന്ന് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് അവൾ പകുതി വരെ വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഈ പോകുന്നത്. ഇവിടുത്തെ കാഴ്ച കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാനിവിടെ വന്നിട്ട് കണ്ട ഒരു പ്രത്യേക കാഴ്ചയാണ് ഇത്. സൈക്കിൾസ് എല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാകും. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ആരുടെയൊക്കെയോ സൈക്കിളാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഒരു കമ്പനി തന്നെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് സൈക്കിൾ. അപ്പം നമ്മൾ ആ കമ്പനിയിൽ ആ സൈക്കിൾ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് പൈസ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എടുത്താൽ മതി. എന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് കൊണ്ടുവച്ചാൽ മതി. അത് അവർലി പേയ്മെൻ്റ് ആട്ടോ വരുന്നത്. ഇവിടെ ഇപ്പോൾ കുറേ ആയിട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് റോഡ് സൈഡിലായിട്ടും. ഇവിടെ ഗവൺമെൻറ് ആണ് വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരേ പാറ്റേണും ഒരേ സ്ട്രക്ചർ ഏരിയ ഉണ്ടാവുന്നത്. ആ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പുതുതായിട്ട് പണിയുന്ന വീടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് ഈ പുറത്തൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ രാജ്യത്ത് ഇഷ്ടം പോലെ ട്രാവൽ ചെയ്യാം, പിന്നെ പുറത്ത് പോയി ഒരുപാട് കാഴ്ച കാണാം, ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ ഭയങ്കര ചിന്തയിലാണ് നമ്മളവിടെ നിന്ന് ഫ്ലൈറ്റും കയറി വന്ന് ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളിവിടുത്തെ സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതിന് എഫേർട്ട് ഇട്ട് അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും അത് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും അതിനുള്ള ടൈം കിട്ടിയെന്നും വരത്തില്ല. സ്റ്റുഡൻറ് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് പ്രത്യേകിച്ച് നമ്മളൊരു പുറം രാജ്യത്ത് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നമ്മളിപ്പോൾ ലോൺ എടുത്ത് വന്നവരുണ്ടാകാം, അല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങി വന്നവരുണ്ടാകാം. ലോണാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് പാർട്ട് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ടഫാണ് ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത്. അവിടെ പാർട്ട് ടൈമിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന സാലറി വെച്ചിട്ട് വേണം നമ്മുടെ എല്ലാ കാര്യവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് നമ്മൾ മണി ഹാൻഡ്ലിങ് ആട്ടോ. നമുക്ക് എത്രത്തോളം നമ്മുടെ ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, എത്ര സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അയർലൻഡിലെ സ്റ്റുഡൻറ് ലൈഫ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കിവിടെ പാർട്ട് ടൈം ജോബിന് 20 hours വീക്കിലി പോകാൻ പറ്റത്തുള്ളൂ. ആ വീക്കിലി 20 hours മേലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റവന്യൂവിൽ നമ്മൾ പിടിക്കും. അത് കുറേ പേര് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടാനും ഉണ്ട്. ഇവിടുത്തെ ലോ ആണത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് 20 മണിക്കൂറിൽ മേലെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഹവർലി പേ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ കിട്ടണമെങ്കിൽ ഈ കെയർ ഹോം അല്ലെങ്കിൽ വേറെ ചില വർക്ക് ഉണ്ട്, അതിന് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആകണം. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അതൊക്കെ നമ്മുടെ റവന്യൂവിൽ പോകും. അത് ബാങ്കായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഇവർക്ക് ഈസി ആയിട്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 20 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് കയ്യിൽ കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റെൻറ്റിന് ഏകദേശം നമ്മുടെ നല്ലൊരു എമൗണ്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ്, പിന്നെ അല്ലറ ട്രാൻസ്പോർട്ടേഷനുള്ള പൈസ, അങ്ങനെ കുറച്ച് എമൗണ്ട് പോകും. പിന്നെ ബാലൻസ് വരിക എന്ന് പറയുന്നത് ഭയങ്കര തുച്ഛമായിട്ടുള്ളൊരു പൈസ ആയിരിക്കും കേട്ടോ. ആ പൈസ വെച്ചിട്ട് മേ ബി ചിലവർ നാട്ടിലേക്ക് അയക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ലോണിന് റീപേ ചെയ്യുന്നവരുണ്ടാകാം. അതുപോലെ തന്നെ ചിലവരൊക്കെ സേവ് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുറച്ച് എമൗണ്ട് മന്ത്ലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറെ രാജ്യങ്ങൾ കാണാൻ വേണ്ടി പോവാം. പക്ഷെ അങ്ങനെ പോവാന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് പോലെ ഇരിക്കും കേട്ടോ. ഞാനിവിടെ വന്നത് ഒരുപാട് സ്ഥലം കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതുവരെ അയർലൻഡ് ചുറ്റി കാണാൻ വരെ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, സ്റ്റുഡൻസിന് ടൈം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. വേറെ ഒന്നുമല്ല, നമുക്കിവിടെ പാർട്ട് ടൈം ചെയ്യണം, അതുപോലെ തന്നെ ക്ലാസ്സിൽ പോകണം. ഗ്രിഫിത്ത് കോളേജിൽ എനിക്ക് ഏകദേശം 4-5 ദിവസം വീക്കിലി ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ നടു ഒടിയും. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ ചില്ലറ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകണം. ഞാൻ വീക്കിലിയാണ് വാങ്ങി വെക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയാകും. അപ്പോൾ പുറം രാജ്യത്ത് പോകുന്ന സ്റ്റുഡൻസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വീഡിയോയിലും ഫോട്ടോസിലും കാണുന്ന അത്ര ഹാപ്പി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ വേറൊരു രാജ്യത്തെ സ്റ്റുഡൻറ് ലൈഫ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെസ്ഫുള്ളാണ്. ഫോട്ടോസും വീഡിയോസും കണ്ട് ചാടി കയറി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നല്ല രീതിയിൽ ആലോചിക്കുക. പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ധൈര്യമായിട്ട് കയറി പോരാം, വേറെ ഒന്നും നോക്കണം. അപ്പോൾ സ്ട്രഗിളിൻ്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ലിഫി വാലിക്ക് അടുത്താണ് നമ്മുടെ യുറേഷ്യ എന്ന് പറയുന്നത്. ഇവിടെ ഇറങ്ങിയിട്ടൊരു 10-15 മിനിറ്റ് അത്രേ ബസ്സിന് വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യുറേഷ്യൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരുടെ ഫുഡ് കോർട്ടും വരുന്നത്. അത്ര വലിയ സ്പേസ് ഒന്നുമില്ല, ചെറിയ രീതിയിൽ ഉള്ള സ്പേസ് ഉള്ളൂ. പക്ഷെ ഫുഡൊക്കെ അടിപൊളിയാണ്.
എനിക്കും ക്രിസ്റ്റീനയ്ക്കും പറ്റുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തെ വിശപ്പ് നോക്കി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓർഡർ ചെയ്യും. പിന്നീടാണ് അത് കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ വായും പൊളിച്ചിരിക്കും. പക്ഷെ ഞങ്ങൾ വേസ്റ്റ് ആക്കില്ല, ഞങ്ങളത് പാർസലായിട്ട് വീട്ടിൽ കൊണ്ടുവരും. ഞാനിവിടെ വന്ന് കഴിച്ച് എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഇവരുടെ ബിരിയാണിയാണ്. പക്ഷേ എനിക്ക് കപ്പയെല്ലാം മാത്രമേ ഓക്കെ ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ, അത്ര വാവ് പറയാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ ഓരോ ദിവസം അവിടെ ഓരോ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ മന്തി, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മന്തി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ചാടി കയറി മന്തി ഓർഡർ ചെയ്തു. പിന്നെ നമ്മുടെ ചോല ഭട്ടൂര, അത് ഞാൻ ഓർഡർ ചെയ്യാതിരിക്കും തോന്നുന്നുണ്ടോ, അത് തന്നെ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തു. ഞങ്ങൾ 3 പേരും ചോല ഭട്ടൂര ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തായാലും അത് കഴിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കുറവുണ്ട് കേട്ടോ. മന്തി ദേ വന്നു. ഇവരുടെ 65 ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടുത്തെ ഒരു ഫാനാണ് ഇവരുടെ 65-ൻ്റെ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പഴംപൊരി നല്ലതാണ്, അതിലും എനിക്ക് ഇഷ്ടപ്പെട്ട ആ വടയാണ്. പഴംപൊരീൻ്റെ ഉള്ളിൽ പഴം അത്യാവശ്യം പഴുത്ത് പോകേണ്ട, എനിക്ക് ആദ്യം പഴുത്ത പഴം ഇഷ്ടമല്ല, മേ ബി അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവരുടെ പപ്സ് നല്ലതായിരുന്നു. അതിൻ്റെ ഇവിടുന്ന് ഞാൻ വേറെ 2 സ്ഥലത്തു നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നോർത്ത് ഇന്ത്യൻ ഫുഡ്സിൻ്റെ അത്ര വലിയ ഫാനല്ല, കാരണം എനിക്ക് ഓവർ എരിവ് ഇഷ്ടമല്ല. പക്ഷേ ഈ ഐറ്റം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതിൽ പൂരി എന്ന് പറയുന്നത് വലിയ സാധനമാണ്, പക്ഷേ പൂരീൻ്റെ ടേസ്റ്റും അല്ല. പിന്നെ കടലക്കറി, ചന്ന മസാല പോലത്തെ ഐറ്റമാണ്, അത് നല്ലതായിരുന്നു. പിന്നെ തൈരുണ്ട് ഇവരുടെ, അത് എന്തിനാണെന്ന് എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു, പക്ഷെ നല്ലതാണ്. പിന്നെ പിക്കിളും വരുന്നുണ്ട്. ഇവരുടെ ചായ ഭയങ്കര നല്ലതാണ്, അതുപോലെ തന്നെ ലസ്സിയും സൂപ്പറാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രം കുറവ്, നമുക്ക് ഫുഡ് എങ്ങും വിസ്തരിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അത് മാത്രമാണ് ഞാനൊരു നെഗറ്റീവ് കണ്ടുള്ളൂ, ബാക്കി എല്ലാം അടിപൊളി. ഇവരിനി ഇത് വലുതാക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും. പിന്നെ പനീർ മസാല ദോശ ഓർഡർ ചെയ്ത് ഞങ്ങൾ 3 പേരും ആദ്യമായിട്ട് കഴിച്ചാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ദോശയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിരിക്കും കേട്ടോ, വെജിറ്റേറിയൻകാർക്ക് പ്രത്യേകിച്ച്. ഞങ്ങൾ അങ്ങനെ വെജിറ്റേറിയൻ ഫാൻസ് അല്ല, എന്നാലും നമുക്ക് കഴിക്കാം, അത്യാവശ്യം ഹെവി സാധനമാണ്. യുറേഷ്യൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. അതുപോലെ തന്നെ ഒരുപാട് മീറ്റും ഫിഷും ഒക്കെ അവിടെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ വയറും നിറയ്ക്കാൻ നമുക്ക് വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചു പോകാം. ഏറെ വിഴുങ്ങിയ അവസ്ഥയാണ് കേട്ടോ, ഞങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, നല്ല രീതിയിൽ വയറ് നിറഞ്ഞു. പിന്നെ ബാലൻസ് ഞാൻ ഒറ്റ പൂരി കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ ഞാൻ ബാക്കി പൂരി പാർസൽ ചെയ്യായിരുന്നു ചെയ്തത്. കുറേ നാളിന് ശേഷം ഹിമാലയേൻ്റെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഉള്ള ഒരു അന്താളിപ്പാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ക്രിസ്റ്റീനയ്ക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങിച്ച് ബില്ല് ചെയ്ത് നമ്മൾ നേരെ ഇറങ്ങിയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സപ്ലിമെൻറ്റ് വാങ്ങണം. ഇവിടെ വന്നിട്ട് നിങ്ങൾ സപ്ലിമെൻറ്റ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് മസ്റ്റായിട്ട് എടുക്കണം. വൈറ്റമിൻ ഡി, അയൺ, സിങ്ക്, വൈറ്റമിൻ B12 അങ്ങനെ ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അതിൽ ആവശ്യമുള്ള സാധനം നിങ്ങൾ എടുക്കുക. അതിന് മെയിനായിട്ട് വൈറ്റമിൻ ഡിയും omega-3 ഫാറ്റി ആസിഡും. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ നമ്മുടെ നാട്ടിൽ മീൻ കഴിക്കുന്ന അത്ര കഴിക്കുന്നില്ല. ഒന്നാമത് ഇവിടെ മീനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, രണ്ടാമത് നല്ല മീൻ കിട്ടൽ കുറവുമാണ്. അപ്പം നമ്മൾ സപ്ലിമെൻ്റ് എടുക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സപ്ലിമെൻ്റ് എടുക്കാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി പെയിൻ വന്നു, ഭയങ്കര ക്ഷീണം, ബെഡിൽ നിന്ന് എണീക്കാനേ തോന്നില്ല. പിന്നെ ചെറുതായിട്ട് മൂഡൊക്കെ ഭയങ്കര ഡിപ്രസീവ് ആവാൻ തുടങ്ങി. ഡിപ്രഷൻ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ മൂഡൊക്കെ ഭയങ്കര ഓഫ് ആവാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. പിന്നെ നമ്മുടെ ഹെയർ, നെയിൽ എല്ലാം മോശമാവാൻ തുടങ്ങും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വൈറ്റമിൻ ഡി എടുക്കണേ. എടുക്കാത്തവർ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ. ഒരുപാട് സപ്ലിമെൻറ്റ്സ് നമുക്ക് ബോട്ട്സിലും ഫാർമസിയിലും ഒക്കെ കിട്ടും, അവിടെ പോയിട്ട് നിങ്ങൾ കഴിക്കാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ നേരിട്ട വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ഇറഗുലർ പീരിയഡ്സ് ആയിരുന്നേ. ഇവിടെ വന്നേ പിന്നെ നമുക്ക് പീരിയഡ്സ് ഭയങ്കര മോശമാവാൻ തുടങ്ങി. എനിക്ക് PCOD ഉണ്ടോയെന്ന് വരെ ഡൗട്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകാനുള്ള മടി കാരണം ഇതുവരെ ഞാനൊരു സ്കാനിങ് ചെയ്തിട്ടില്ല. നമ്മുടെ ബോഡി വെയിറ്റ് ഓവറാകും, നമ്മുടെ ഇവിടെ കഴിക്കുന്ന ഫുഡ് സ്റ്റൈലാകാം, ഇവിടുത്തെ വെതറാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ബോഡി നല്ല രീതിയിൽ മാറും. അപ്പോൾ നമുക്ക് ആകെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് സപ്ലിമെൻറ്റ് കഴിച്ച് കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഗേൾസിൻ്റെ അടുത്തൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇറഗുലർ പീരിയഡ്സ് വരുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, അത് റെഡി ആയിക്കോളും. പിന്നെ നിങ്ങൾ കുറച്ച് അയൺ സപ്ലിമെൻറ്റ്, സിങ്ക്, പിന്നെ വൈറ്റമിൻ ഡി, omega-3 അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുക. ഗേൾസ് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ബൂട്ട്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുഖത്ത് ഇടാതെ ഇറങ്ങുന്നത് മോശമല്ലേ. യുറേഷ്യയിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ ലിപ്സ്റ്റിക് ഇടാം. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ അത് തന്നെ ഇട്ട് ട്രൈ ചെയ്തു. പെരുകം ത്രെഡ് ചെയ്യാതെ കാട് പോലെ വളർന്നിട്ടുണ്ട്. പക്ഷേ എവിടെയും പോയി വിശ്വസിച്ച് ചെയ്യാനുള്ള ആ ഒരു മനഃശക്തി എനിക്കില്ല. കാരണം ഓൾറെഡി എൻ്റെ ചെയ്തിട്ട് നല്ല വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐബ്രോൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ ഈ കോസ്മെറ്റിക് സെക്ഷനിൽ കയറിയത്. അവിടെ സെയിൽസിൽ നിന്ന് ചേച്ചിക്ക് കാര്യം പിടികിട്ടി, എനിക്കൊരു തേങ്ങയും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ചേച്ചി വന്നിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. കാരണം ഞങ്ങൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഇതിനുള്ള യൂസ് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, ഫൗണ്ടേഷൻ അല്ല ഇത് വേറെ എന്തോ ഒരു സാധനമാണ് കേട്ടോ എൻ്റെ മുഖത്തിട്ട് കാണിച്ചു തരുന്നത്. ഞാനിതുവരെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അല്ലാതെ വേറൊന്നും മുഖത്ത് ഇടാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, മുഖത്തല്ലാതെ തന്നെ ഇഷ്ടംപോലെ കുരുക്കളുണ്ട്. ഇനി
എന്തിനാ വിളിച്ചു വരുത്തുന്നതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, ഇത് മേക്കപ്പ് ചെയ്ത പോലെ ഒന്നും ഉണ്ടാവില്ലെന്ന്. അങ്ങനെ ചേച്ചി തന്നെ എൻ്റെ മുടിയൊക്കെ മാറ്റിയിട്ട് നല്ല പുള്ളിക്കാരിയായിരുന്നു. എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതുവരെ ഫൗണ്ടേഷനും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പറയണം. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മേക്കപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മുഖത്തിടാനല്ല, വേറെ ആരെങ്കിലും മുഖത്തൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചിലവരൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഇങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷെ ചിലവർക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടാവില്ല നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. എന്തിനാ വന്നേന്ന് വെച്ചാൽ അതങ്ങ് എടുത്തിട്ട് പൊക്കോ, ആ ഒരു നിപ്പായിരിക്കും കേട്ടോ അവർ നിൽക്കുക. എനിക്ക് ബ്യൂട്ടീഷ്യൻ പണ്ടേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണേ എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. വലിയ കാര്യമായിട്ടാണ് അവരെനിക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണ് നിൽക്കുന്നത്, കാരണം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം നീണ്ട നേരത്തെ എക്സ്പ്ലനേഷന് ശേഷം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എൻ്റെ മുഖത്തിന് ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന്. പിന്നെ അവരെൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, നിങ്ങളധികം മേക്കപ്പ് ഇടേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മുടെ സ്കിന്നിൽ നമ്മൾ അധികം എയർ കൊടുക്കാനുള്ളൊരു സ്പേസാണ് വേണ്ടത്. അല്ലാതെ ഒരുപാട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ കൂടെ സ്കിന്നിന് വരും. അവരാ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ നടന്നത് ചരിത്രം മാത്രമാണ്. ക്രിസ്റ്റീനയും നവീനും ഒരുപാട് ദിവസങ്ങളായിട്ട് എൻ്റെ പുറകെ നടക്കുകയാണ് ബർത്ത്ഡേ ഗിഫ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ എക്സാം നടക്കുന്നതുകൊണ്ട് അവർക്ക് നമുക്ക് വാങ്ങിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്നെ എന്താ വേണ്ടതെന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് എൻ്റെ മുന്നിൽ വെച്ചു. പിന്നെ മെയിനായിട്ട് എൻ്റെ സൺഗ്ലാസ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് പെന്നീസിലാണ്. പെന്നീസിൽ പോയിട്ട് ഒരേപോലെ ട്വിന്നിങ് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങ് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കിഡ് സെക്ഷനിൽ പോയി എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോ എന്ന് നോക്കി. അവിടെ നിന്ന് 2-3 ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് നേരെ തിരിച്ച് താഴേക്ക് ഇറങ്ങി. ലിഫി വാലിയിലെ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. പോവാത്തവരൊക്കെ ചുമ്മാ ഒന്ന് പോയിരിക്കാൻ പറ്റുന്ന സ്ഥലവും കൂടിയാണ് ഈ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഈ കണ്ണട വെച്ചിട്ടുള്ള പ്രഹസനങ്ങളാണ്. എൻ്റെ സൺഗ്ലാസ് നാശമായിപ്പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുകയായിരുന്നു. ഞാനത് ലെൻസ് കാർട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നല്ല അടിപൊളി സൺഗ്ലാസ്സാണ്. പക്ഷേ ഞാൻ ബാഗിൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഗ്ലാസ് പുറത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷേ ഇവിടെ നിന്ന് ഞാനൊന്നും എടുത്തില്ല, എനിക്ക് ഇഷ്ടമായില്ല, കളക്ഷൻസ് കുറവായിരുന്നു. ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് വണ്ടി കയറി ടാറ്റ ബൈ ബൈ ലിഫി വാലി. നേരെ ഇനി വീട്ടിൽ പോവുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.